എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. നമ്മ ഓണത്തിന് പൂവിളവെടുക്കാൻ നട്ട വെന്തിത്തൈകളാണ് ഇതൊക്കെ. അപ്പൊ നമ്മ രണ്ടു തരം വെന്തികളാ നട്ടത്. ഓറഞ്ച് കളറിലെ പൂവുള്ളതും മഞ്ഞ കളറിലെ പൂവുള്ളതും. ഇത്തവണ നമ്മ ഡ്രമ്മിലാണ് നട്ടതൊക്കെ. അപ്പൊ നടണേന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നമുക്ക് ഇനി ഈ വെന്തിത്തൈ വളർന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നാണ് ഈ വീഡിയോയില് പറയണത്. നമ്മുടെ ഇപ്പൊ ഇതിന്റെയൊക്കെ കൂമ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മ വളം കൊടുക്കണം. പൂക്കൾ ഉണ്ടാകാനായിട്ട് നമുക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതോ അല്ലെങ്കിൽ പൊട്ടാഷോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാട്ടെ. നമ്മ ഇവിടെ ഇട്ട് കൊടുക്കണം പൊട്ടാഷാണ് പൂക്കളാണല്ല. അപ്പൊ നമ്മുടെ ഈ തവണ ബന്ധിത്തേക്ക് ഒരു പ്രശ്നം വന്നു. കാരണം നമ്മ നട്ട ബന്ധിത്തൈകളൊക്കെ ഒച്ച് നശിപ്പിച്ച് കണ്ട. ഒച്ച് രാത്രി വെള്ളം ഒച്ച് കയറണത്. ഒച്ച് കയറിയിട്ട് ഇതേപോലെ എല്ലാ ഇലകളും തണ്ടെല്ലാം തിന്ന് നശിപ്പിച്ചേക്കണേ. നമുക്ക് കുറച്ച് ബന്ധിത്തൈ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്കുള്ള ബന്ധിത്തൈനെ നമുക്ക് സംരക്ഷിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യണേന്ന് നോക്കാം. അപ്പൊ അതെ കണ്ടേ, ഇപ്പൊ ഇത്രയുമായ ബന്ധിത്തൈകളല്ല നമുക്ക് ഇവിടം വച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത് എടുക്കണ പീസ് നമുക്ക് നട്ടും കൊടുക്കാട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമ്മലും നമുക്ക് നന്നായിട്ട് ഗുണം. അത് നമ്മ ഒട്ടും കളയണ്ട. ഇതും നല്ല രീതിയിൽ തന്നെ വളർന്നു വരും. അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ ബന്ധിത്തൈയും തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. കണ്ട, ഇതേപോലെ കൂമ്പ് നുള്ളി കൊടുത്താൽ മാത്രമേ ഇത് ശാഖകളൊക്കെ വന്നിട്ട് നന്നായിട്ട് കായ്ച്ചിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും വെന്തി നട്ടോരൊക്കെ തലപ്പ് നുള്ളി കൊടുക്കന്നെ വേണം. ഇതേപോലെ കണ്ട, നമുക്ക് തലപ്പ് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇത് നമുക്ക് വേറെ നട്ടും കൊടുക്കാട്ടാ. വേറെ ചട്ടികളിൽ നട്ടും കൊടുത്തു കഴിഞ്ഞാല് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് വേര് പിടിച്ചിട്ട് കിട്ടുകയും ചെയ്യും. വെന്തിയുടെ ഒക്കെ കമ്പ് നട്ടാൽ തന്നെ പിടിക്കണതാണ്. ഇതേപോലെ നമ്മ എല്ലാ ബന്ധികളുടെയും തലപ്പ് നുള്ളിക്കൊടുക്കുക. അപ്പൊ ഇതാണ് പൊട്ടാഷ്. പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ചെടികളിൽ പൂവും കായൊക്കെ ഉണ്ടാകാനായിട്ട് ചെടികൾക്ക് അത്യാവശ്യം കൊടുക്കേണ്ടത് തന്നെയാണ് പൊട്ടാഷ്. നമുക്ക് വളക്കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പൊട്ടാഷ്. അപ്പൊ ഇതാണ് പൊട്ടാഷിന്റെ കളർ കണ്ട. നമുക്ക് ഇപ്പൊ ഈ ഒരു ബക്കറ്റ് കണ്ട, നമുക്ക് ഇത്രയും പൊട്ടാഷ് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണ്ട. വെള്ളത്തിൽ അലിഞ്ഞു പോണ വളങ്ങളാണ് പൊട്ടാഷൊക്കെ. നമുക്ക് പൊട്ടാഷ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതും ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കണ്ട, എന്നിട്ട് നമുക്ക് ഇതേപോലെ ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ നമുക്ക് നമ്മ അല്ലെങ്കിൽ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാല് ഇപ്പൊ മഴക്കാലമുള്ള അപ്പൊ നമ്മ ഒഴിക്കണ വളങ്ങള് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മ ആവശ്യത്തിന് മാത്രം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മിപ്പ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മ വെന്തി തൈകൾക്ക് കൊടുക്കണോട്ട് ഇതേപോലെ പൊട്ടാഷ് കലക്കിയിട്ട്. പിന്നെ വേറെ വടിവെള്ളമൊക്കെ ഇട്ട് നട്ടതാളി. ഇനി വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണോട്ടാ നമുക്ക് വെന്തി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് തലപ്പ് നുള്ളിയ കമ്പുകൾ നട്ടു കൊടുക്കാം. കണ്ട, ഇത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് ഇതും വളർന്ന് വന്നോളൂ. കണ്ട, ഇതേപോലെ നമുക്ക് നട്ടു കൊടുക്കാട്ടാ. ഇതൊക്കെ നമ്മ ഇതിലൊക്കെ വെന്തി നട്ടിരുന്നതാണ്. കണ്ട, ഇതൊക്കെ വെച്ച് തിന്നതാണ്. എല്ലാത്തിലും വെന്തിയാട്ട ഇഷ്ടം പോലെ വെന്തിത്തൈയാണ് ഇത്തവണ നട്ടത്. നമുക്ക് വെന്തിത്തൈ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. നമുക്ക് വെന്തിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നട്ട് ഈ തലപ്പുകൾ നട്ടെടുക്കും. അപ്പൊ ഒരു വെന്തി നശിച്ചു പോടേക്കുമ്പോ നമ്മ കമ്പ് നട്ട് കഴിഞ്ഞാല് വെന്തി നമുക്ക് ഏത് സമയത്തും നമുക്ക് കൃഷി ചെയ്യാട്ടാ. നമുക്ക് വിത്തുകളും തൈകളും ഒന്നും ആവശ്യമില്ല. ഒരു പ്രാവശ്യം നട്ടാൽ മതി. നമുക്ക് പിന്നെ അതിൽ നിന്ന് തന്നെ ഈ കമ്പെടുത്ത് നട്ട് തൈ പിടിപ്പിക്കുകയും ചെയ്യാം. വെന്തിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ വെന്തി നട്ടിട്ടുള്ളവരൊക്കെ ഇതേപോലെ ചെയ്തു കൊടുക്കണോട്ടാ. നമ്മ വളവും ഇട്ട് കൊടുക്കുക, തലപ്പുന്നുള്ളി കൊടുക്കണമെങ്കിൽ മാത്രമേ നമ്മ ഉദ്ദേശിച്ച രീതിയിൽ നന്നായിട്ട് പൂക്കൾ കിട്ടുള്ളൂ. പിന്നെ കുറെ പേരൊക്കെ ചോദിക്കും, ഈ പൂക്കൾ പാകി മുളപ്പിച്ചാലും ഒരിക്കലും നമുക്ക് തൈ മുളക്കൂലട്ട്. ഇത് ഹൈബ്രിഡ് വെന്തിപ്പൂക്കളാണ്. ഈ വെന്തിപ്പൂക്കളാണ് നമുക്ക് പൂക്കടയിൽ ഇടിക്കുകയുള്ളൂ. ഇത് നമ്മ എപ്പോഴും വിത്ത് തന്നെ മേടിച്ച് കൃഷി ചെയ്യേണ്ടി വരും. നമുക്ക് ഇതിന്റെ വിത്ത് പാകി മുളപ്പിക്കാൻ പറ്റൂല.
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ ബന്ധിത്തൈകൾ ഉണ്ടെങ്കിൽ എപ്പോഴും അതിന്റെ കമ്പ് ഒടിച്ച് നട്ടിട്ട് തൈകൾ പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ബന്ധു കൃഷി ചെയ്യാം. അപ്പൊ ബന്ധു കൃഷി ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടാ, നിമാവരകളെയൊക്കെ തടയും. അപ്പൊ നമ്മുടെ പറമ്പില് കൃഷിയിടത്തില് നമ്മുടെ ഈ ബോർഡറിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ബന്ധിത്തൈ നട്ടു കൊടുത്തു കഴിഞ്ഞാല് കീടങ്ങളുടെ ശല്യമൊക്കെ കുറയും. അപ്പൊ പച്ചക്കറി കൃഷി ചെയ്യണവർക്കൊക്കെ എപ്പോഴും നമ്മുടെ കൃഷിയിടത്തില് ബന്ധിത്തൈകൾ നടണം നല്ലതാണ്. അപ്പൊ എല്ലാവരും നട്ടോരൊക്കെ ഇതേപോലെ ചെയ്തു കൊടുക്കുക. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.